നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായി നടന്ന മേയർ കെയർ കിറ്റ് വിതരണം തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷമെന്ന് വേണമെങ്കിൽ പറയാവുന്ന, അതിനുള്ള അംഗസംഖ്യയൊന്നുമില്ലെങ്കിലും അതിന് പ്രാപ്തിയായിട്ടുള്ള നേതാക്കളില്ലെങ്കിലും അങ്ങനെ ഒരു വിമർശനം മറുപക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും പ്രതിപക്ഷമെന്ന് പറയാവുന്ന LDF ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവരുടെ ആരോപണം വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിൽ സമ്മാനങ്ങളും സംഭാവനകളും വാങ്ങി ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് വിതരണം ചെയ്തു. ഇതാണ് മേയർ കെയർ പദ്ധതിയുടെ ഇന്നലത്തെ ഓണക്കിറ്റ് വിതരണത്തെ സംബന്ധിച്ചുള്ള LDFിൻ്റെ ഗുരുതര ആരോപണം. ഈ ആരോപണം ഏറ്റുപിടിച്ചിരിക്കുന്നത് പതിവ് പോലെ മീഡിയ വണ്ണാണ്. അപ്പോൾ ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും സത്യത്തിൽ ആവശ്യമില്ല. കാരണം ഇന്നലത്തെ തത്വമൈ ന്യൂസിൻ്റെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 2 വാർത്തകൾ തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു വിശകലനവും അവതരിപ്പിച്ചിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. എന്നാലും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മേയർ കെയർ പദ്ധതി ഓണക്കിറ്റുകൾ നൽകിയത് ശുചീകരണ തൊഴിലാളികൾക്കും നഗരസഭയിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കുമാണ്. വിശദമായിട്ടുള്ള പരിശോധനകൾ നാം നടത്തണമെങ്കിൽ നാം ഷെർലോക്ക് ഹോംസ് ഒന്നും ആകേണ്ട കാര്യമില്ല. ഈ മേയർ കെയർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ലക്ഷപ്രഭുക്കളെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് വരൂ. ഒരു വീഡിയോ കാണും. സന്തോഷമായി, വളരെ ഹാപ്പിയായി. ഇതിനു മുമ്പ് ഇങ്ങനെ കിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓണക്കോടി ആദ്യമായിട്ടാണ്. എന്താ മേയറെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നല്ലൊരു മേയർ തന്നെയാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയത്. ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം 2 മേയർമാരുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഇത് ആദ്യമായിട്ട് തന്നെയാണ്. അതിന് സന്തോഷമായിരിക്കണം. ഈ ഓണത്തിന് നല്ല ഫുഡൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, ഊണം ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായ പരിപാടിയാണ് ഈ തവണത്തെ മേയർ കാണിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇനി മറക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. സന്തോഷായോ? പ്രതീക്ഷിച്ചിരുന്നോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓണം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിനപ്പുറം എല്ലാവരെയും തുല്യ വീക്ഷണത്തിൽ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും ഓണം സന്തോഷമാക്കുന്നതിലേക്ക്, ഓണത്തിന്റെ ആ ഒരു സന്തോഷത്തിന് നമ്മുടെ മേയർ ചെയ്ത ഈ ഒരു വലിയ പരിപാടിയെ തൊഴിലാളികളെല്ലാവരും ഒന്നടങ്കം അംഗീകരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ കാലം ഓണം കുറച്ചുകൂടി ഗംഭീരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ ചെയ്ത വലിയൊരു പുണ്യമായ ഒരു കർമ്മമാണെന്ന് ഞങ്ങൾ 11 വർഷമായി ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയ വളരെ വളരെ സന്തോഷം. ഓണക്കോടിയുണ്ട്, അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. വളരെ സന്തോഷം, ഹാപ്പിയാണ്. ഈ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ ജീവനക്കാരും ഒരാൾ പോലും ഇല്ലാതെ ഓണം ആഘോഷിക്കണം എന്നുള്ള ആ ദീർഘവീക്ഷണത്തോടു കൂടി ഞങ്ങൾ അങ്ങേറ്റ അംഗീകരിക്കും. കിട്ടിയോ? കിട്ടി. ഓണക്കോടി കിട്ടിയോ? ഓണക്കോടി കിട്ടി. സന്തോഷായോ? സന്തോഷമായി. ഇതിനു മുമ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എല്ലാ സഹായവും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് നല്ല സന്തോഷമുണ്ട്. മേയറെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമാണ്. നമ്മൾ ഈ ജോലിക്ക് ഇപ്പൊ 4 വർഷമായി ഇറങ്ങിയിട്ട് ഇതേപോലെ സന്തോഷം നമുക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയതിന് നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ഹാപ്പി ഓണം. വീഡിയോ കണ്ടല്ലോ, ലക്ഷപ്രഭുക്കളെയും കണ്ടല്ലോ. LDF ആരോപിച്ച ലക്ഷപ്രഭുക്കൾ മേയർ കെയർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന തൊഴിലാളികളെയാണ് നിങ്ങൾ കണ്ടത്. അവരുടെ സന്തോഷമാണ് നിങ്ങൾ കണ്ടത്. ഇവരെയാണ് ലക്ഷപ്രഭുക്കളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായി, അതായത് തിരുവനന്തപുരം നഗരസഭയുടെ നഗരപിതാവായ ശ്രീ VV രാജേഷ് ലക്ഷങ്ങൾ സംഭാവനകളായും സമ്മാനങ്ങളായും വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ ശേഷം ലക്ഷപ്രഭുക്കളായിട്ടുള്ള തൊഴിലാളികൾക്ക്, അതായത് ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന തൊഴിലാളികൾക്ക് നൽകിയ കിറ്റിൻ്റെ, മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായി നൽകിയ കിറ്റുകളുടെ സത്യാവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണോ, വിശകലനം വേണോ? വേണം എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദീപക് പറയുന്നത്. നഗരസഭയിലെ ശ്രീ ദീപക് ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം നഗരസഭയിൽ എന്ന് BJP അധികാരം പിടിച്ചെടുത്തു അവരിൽ നിന്ന് 48 വർഷങ്ങൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ആധിപത്യം പൊളിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ എന്ന് മുതൽ BJP അധികാരത്തിലെത്തിയോ അന്ന് മുതൽ
ഈ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഭരണത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കുവാൻ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവരും അവരോടൊപ്പം കൈകോർത്ത് UDFും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തത്വമൈ ന്യൂസിൽ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപക്ഷെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ, കഴക്കൂട്ടം, നേമം ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ BJP MLAമാർ ജയിച്ച് നിയമസഭയിൽ എത്തിയതിനേക്കാൾ LDFിനെ പ്രത്യേകിച്ചും അസ്വസ്ഥമാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതിലും കൂടുതൽ അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വസ്തുത VV രാജേഷ് എന്ന വ്യക്തിത്വം, രാഷ്ട്രീയക്കാരൻ, മേയറായി സ്ഥാനമേറ്റു എന്നതാണ്. ഇനി കുറച്ചുകൂടി കൂടുതൽ അവരുടെ പുകച്ചിലും എരിച്ചിലുമൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുത മേയർ എന്നുള്ള നിലയിൽ VV രാജേഷിൻ്റെ പ്രവർത്തന രീതികളാണ്, പൊതുജന സമ്മതിയാണ്. ആ അസ്വസ്ഥതകളുടെ എല്ലാം ഒരു ബഹിർസ്ഫുരണമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി മാറുന്നത്. ഈ ആരോപണങ്ങളുടെ വസ്തുത നാം പരിശോധിക്കുമ്പോൾ വളരെ നിസ്സാരമായി തന്നെ ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാകും, ആ വീഡിയോ കണ്ടാൽ മാത്രം. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ആ മറുവശം എന്നുള്ളത് ഒരു ഇരുണ്ട വശമാണ് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ആ ഇരുണ്ട വശം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അടിസ്ഥാനപരമായി മേയർ VV രാജേഷിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി LDFിനെയും UDFിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത്, അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ കാരണം, ആ ഭയപ്പാടിൻ്റെ കാരണം വളരെ ലളിതമാണ്. ഭാവിയിൽ ഒരു 25 വർഷങ്ങൾ നീണ്ട പദ്ധതികളാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് മേയർ VV രാജേഷ് തയ്യാറാക്കിയിരിക്കുന്നത്. 25 വർഷങ്ങളും മേയർ ആയി താൻ തന്നെ തുടരുമെന്നുള്ള രീതിയിലല്ല അദ്ദേഹം അത് തയ്യാറാക്കിയിരിക്കുന്നത്. അഹമ്മദാബാദ് നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തതിലൂടെയാണ് ഗുജറാത്തിൽ BJP അധികാരത്തിലെത്തുന്നതിലേക്കുള്ള വഴി തുറന്നതും ഗുജറാത്തിൻ്റെ വികസനത്തിന് കാരണമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ അവിടെ അധികാരത്തിലെത്തുന്നത്. അത്തരത്തിലൊരു നാൾ വഴി ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും LDFും UDFും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരത് തിരിച്ചറിയുന്നുണ്ട്. തന്നെയുമല്ല, അവിടെയാണ് ഈ മേയർ VV രാജേഷിനെ പോലുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ, പൊതുപ്രവർത്തകൻ്റെ ജനസമ്മതി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത, സത്യസന്ധത ഇവയൊക്കെ അവർ തിരിച്ചറിയുന്നതും ഏതെങ്കിലും തരത്തിൽ അവയെ താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നതും ഒരു സംശയവും വേണ്ട. കാരണം 25 വർഷങ്ങൾക്കപ്പുറം മേയർ VV രാജേഷിന് 25 വർഷങ്ങളെന്നുള്ള ഞാൻ കൃത്യമായിട്ടുള്ളൊരു കാലഘടനയല്ല പറയുന്നത്. ഞാൻ അവരുടെ ഒരു ഭയപ്പാടും അവരുടെ ഒരു മുൻകൂട്ടി കാണുവാനുള്ളൊരു കഴിവിനെയും അഭിനന്ദിക്കുകയാണ്, LDFിൻ്റെയും UDFിൻ്റെയും. അല്ലെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ അവരൊരു പക്ഷേ VV രാജേഷിനെ കാണുന്നുണ്ട്. BJPക്കാർ കാണുന്നതിന് മുമ്പ് ഒരുപക്ഷെ ദീപക്കും ശിവൻകുട്ടിയും ജോയിയും ശബരിനാഥുമൊക്കെ VV രാജേഷിനെ മുഖ്യമന്ത്രി പദത്തിൽ കാണുന്നുണ്ട്. VV രാജേഷിനെ പോലൊരാൾ മുഖ്യമന്ത്രി പദത്തിലെത്തിയാൽ, ഇപ്പോഴുള്ള BJP നേതാക്കന്മാർക്ക് അതിനുള്ള കഴിവില്ല, അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ തന്നെയായിരിക്കും VV രാജേഷിന് മുൻപ് ഒരുപക്ഷെ BJP മുഖ്യമന്ത്രിമാരാകുന്നത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് പുതു തലമുറകൾ BJPയിൽ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള ഭയപ്പാടൊരു വശത്ത്, VV രാജേഷിനെ പോലൊരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി 15-20 വർഷങ്ങൾക്കപ്പുറം BJP ഉയർത്തിക്കാട്ടുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ജനസമ്മതി, ജനപ്രീതി ഇവയൊക്കെ മറുവശത്ത്, അതിൻ്റെ ഭയപ്പാട് മറുവശത്ത്, ഇതെല്ലാം ചേർന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ദീപക്കിനെയും ശബരിനാഥിനെയും ഒക്കെ ഇത്തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരുവാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും തത്വമൈ ന്യൂസിലൂടെ ഈ മേയർ കെയർ പദ്ധതിയുടെ കിറ്റ് വിതരണമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരു പ്രധാന കാര്യമൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ലക്ഷപ്രഭുക്കളാണിത് കൈപ്പറ്റിയതെന്ന് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോയും കാണിച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാവങ്ങളെ മാത്രമേ ഞങ്ങൾ പാവങ്ങളായി കാണുകയുള്ളൂ എന്ന് കൈതേരി സഹദേവൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ ആണോ ദീപക്കിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ഒരു മനോഭാവം? മീഡിയ വണ്ണിൻ്റെ കാര്യം വിട്ടേക്കൂ. BJP ഭരണം എവിടെ വന്നാലും, അതിനിപ്പോൾ ഒരു സ്കൂൾ തലത്തിൽ അവർ വിജയിച്ചാലും, കോളേജ് തലത്തിൽ വിജയിച്ചാലും, ലോക്സഭാ തലത്തിൽ വിജയിച്ചാലും, രാജ്യസഭാ തലത്തിൽ വിജയിച്ചാലും, BJP നേതാവിൻ്റെ ഒരു പിറന്നാൾ വന്ന് അദ്ദേഹം സന്തോഷം പങ്കുവച്ചാലും മീഡിയ വൺ അസ്വസ്ഥരാകും. അത് സ്വാഭാവികം, അവരുടെ ഒരു ജന്മസിദ്ധമായ ദൗർഭാഗ്യമാണ്. അത് വിട്ടേക്കൂ.
ദീപക്കിനെ പോലുള്ളവരുടെ അസ്വസ്ഥതയുടെ കാരണം എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തെ സംബന്ധിച്ച് യോജിപ്പാകാം വിയോജിപ്പാകാം. കമൻറ്റുകളിലൂടെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓണം വന്നല്ലോ പുത്തുലഞ്ഞിതാ, കാത്തിരുന്ന ഭാഗ്യം പോലെ ഓണം വന്നല്ലോ. ചെന്നൈ സിൽക്സ് വസ്ത്രങ്ങൾ